ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചുമ്മാ പറമ്പിലേക്ക് ഇറങ്ങിയതാണേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കണ്ടാലോ? ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ. തേക്കും അങ്ങനത്തെ കുറച്ച് മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ? ഇനി നമുക്ക് മുകളിലേക്ക് പോകാവേ. ഉച്ചയ്ക്കാണ് കേട്ടോ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ജാതിയുണ്ടേ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് കണ്ടോ കുറേ കല്ലും കൂട്ടങ്ങളുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ജാതിയുണ്ട്, പേരയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ ചീമനെല്ലിയുണ്ട്, ഇരുമ്പും പുളിയുണ്ട്. ഞാൻ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പ്ലാവാണേ. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ. കണ്ടോ? ഇതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ, മൂത്ത് വരുന്നുള്ളേ. പിന്നെ ഇത് കണ്ടോ, ഇത് വലിയൊരു മരം കേട്ടോ. ഇതിന് പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നല്ല തണലാണ്. ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. കണ്ടോ? ഇനി ഇവിടെ ഒരു മരം ഉണ്ടേ. ഈ മരത്തെ കണ്ടോ, കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇതെന്ത് ഫ്രൂട്ട്സ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഇത് നല്ല മഞ്ഞ കളറിലാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. ഞാൻ ഉച്ചയ്ക്കാണ് വന്നതുകൊണ്ട് നല്ല സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നുണ്ട്. ഇതാട്ടോ മരം. ചെറിയൊരു മരമാണെങ്കിലും നല്ല ഒത്തിരി ഇതുപോലത്തെ സംഭവം ഉണ്ട്. ഇതെന്താണെന്നറിയത്തില്ല. ഇതൊരു മഞ്ഞ കളറാട്ടോ. ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ടേ. ഇത് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ചീമനെല്ലിക്ക കണ്ടാലോ? ഇതാണ് കേട്ടോ ചീമനെല്ലി. കണ്ടോ? ഇതാണേ. ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നെല്ലിക്കയൊക്കെ തീർന്നേ. 1-2 ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എല്ലാം തീർന്നു കേട്ടോ. ഇത് കാണുന്നുണ്ടോ? ഒരെണ്ണം നിൽപ്പുണ്ടേ. നമുക്കത് പറിച്ച് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല രസമില്ല ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. നമുക്ക് ആ നെല്ലിക്ക പറിച്ചാലോ? പറിച്ചെടുത്തിട്ടുണ്ടേ. നമ്മുടെ അടുത്ത് ഇതിന് ചീമനെല്ലി എന്നാട്ടോ പറയുന്നത്. ചില സ്ഥലത്ത് ഇതിന് റൂബിക്ക അങ്ങനെയൊക്കെ പറയും കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? നല്ല പുളിയാണ്. ഇതിൻ്റെ അകത്തൊരു കുരു ഉണ്ട് കേട്ടോ. നല്ല പുളിയാണ്. ഇത് അച്ചാറിടാൻ നല്ലതാണ്. പിന്നെ ഉപ്പിലിട്ടാലൊക്കെ നല്ല കേട്ടോ. കണ്ടോ? പടർന്ന് ഇങ്ങനെ കിടക്കുന്ന ചെടി കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്? പിന്നെ ഇതാ ഇവിടെ ഒരു മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ തീർന്നേ. കുറച്ച് മാങ്ങയുള്ളൂ കേട്ടോ. ഇതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളേ. പിന്നെ ഇത് കശുമാവാട്ടോ. ഇത് കാറ്റത്തൊടിഞ്ഞ് വീണതാണ് ഇത്. കണ്ടോ? ഇതിൻ്റെ അകത്ത് നിറച്ച് കശുമാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മൊത്തം കാറ്റത്തൊടിഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. പിന്നെയുള്ളത് ഇതാണേ. ഇത് ഇരുമ്പുളി കേട്ടോ. നമുക്കത് കഴിച്ചു നോക്കിയാലോ? ഇരുമ്പുളി വാ കഴിച്ചു നോക്കാം. ഒരു ചെറുത് പറിക്കാം. നല്ല പുളി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഇരുമ്പുളി എന്ന് പേര് വന്നു അല്ലേ. കഴിക്കാലോ? നല്ല പുളി കേട്ടോ. അത് അച്ചാറിടാനും പിന്നെ മീനൊക്കെ വയ്ക്കുമ്പം അതിൻ്റെ അകത്ത് പുളിക്ക് പകരം ഇരുമ്പുളി യൂസ് ചെയ്യും കേട്ടോ. ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണേ. നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്ത് പേര് പറയുമെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ താഴേക്കുള്ളത് ഫുള്ള് റബ്ബറാണ് കേട്ടോ. താഴേക്കുള്ളത് മൊത്തം റബ്ബറാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.